ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വെൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നിങ്ങൾ അവരുടെ നിന്ന് കൊട്ടേഷൻ പിടിക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു 2 കൊട്ടേഷൻ കിട്ടിയെന്നിരിക്കട്ടെ. ഒന്നൊരു 2.5 ലക്ഷം രൂപ, മറ്റൊന്ന് 3 ലക്ഷം രൂപ. സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് കുറഞ്ഞ വിലയുള്ള ഒരു സോളാർ അങ്ങ് വാങ്ങിക്കും. പക്ഷേ സോളാർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഈ ഡിസിഷനാണ് ഫ്യൂച്ചറിൽ ഒരു ബിഗസ്റ്റ് മിസ്റ്റേക്ക് ആകാനായിട്ട് ഉള്ള ചാൻസ് ഉള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സോളാർ വാങ്ങുമ്പോൾ പ്രൈസ് മാത്രം നോക്കി വാങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോളാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 21 കാര്യങ്ങളിലെ 13ാമത്തെ വീഡിയോയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും വാങ്ങാൻ പോകുമ്പോൾ പലർക്കും ഒരു കോമൺ മൈൻഡ് സെറ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഒരു ലോവസ്റ്റ് പ്രൈസിൽ കിട്ടിയാൽ മതി എന്നുള്ളത്. എന്നാൽ ഒരു സോളാർ സിസ്റ്റം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രൊഡക്റ്റ് അല്ല, ഇതൊരു വലിയ പ്രൊജക്റ്റ് ആണ് എന്നുള്ളതാണ്. സോളാർ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് 20-25 വർഷമെങ്കിലും പ്രവർത്തിക്കേണ്ട ഒരു സിസ്റ്റം. നിങ്ങൾ ഇന്ന് വില കുറച്ച് വാങ്ങുമ്പോൾ സേവ് ചെയ്യുന്നത് 20,000-ഓ 30,000-ഓ രൂപയായിരിക്കാം. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് 1 ലക്ഷം രൂപയുടെ ഒരു നഷ്ടം ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പ്ലസ് സർവീസ് എന്നുള്ളത് നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യും. ഇത് ഞാനൊരു ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കാം. 2 ആളുകൾ 5 കിലോ വാട്ടിൻ്റെ സിസ്റ്റം വാങ്ങാൻ ആഗ്രഹിക്കുന്നെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ആൾ കുറഞ്ഞ വില നൽകിയ ആളെ കൊണ്ട് ചെയ്യിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ രണ്ടാമത്തെ ആൾ അല്പം ഉയർന്ന പ്രൈസാണ്, പക്ഷെ നല്ലൊരു റെപ്യൂട്ടഡ് ഡീലറെ കൊണ്ടാണ് ചെയ്യിച്ചു എന്ന് വിചാരിക്കുക. 2-3 വർഷം കഴിയുമ്പോൾ ഈ ഒന്നാമത്തെ കസ്റ്റമർക്ക് ഒരു ഇൻവേർട്ടറിന് കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ ലോ പ്രൊഡക്ഷൻ വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായെന്ന് ഇരിക്കട്ടെ. അവർ ഈ ഡീലറോട് ബന്ധപ്പെടുന്ന സമയത്ത് നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്രൈസിങ്ങിലൊക്കെ സാധനം തന്നിട്ടുള്ളൊരു ഡീലർ അല്ല എങ്കിൽ നോർമലി നിങ്ങൾക്ക് സർവീസ് ഡിലേ വരും. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? അവരുടെ പ്രൊഡക്റ്റ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, അവർക്ക് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവാം, അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ക്വിക്കായിട്ടുള്ളൊരു സർവീസ് കിട്ടാം. ഇപ്പോൾ ആരാണ് സത്യത്തിൽ റിയലായിട്ടുള്ള ഒരു സേവിങ് നേടിയതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ക്ലിയർലി പറയാനായിട്ട് പറ്റും രണ്ടാമത്തെ കസ്റ്റമറാണ് നേട്ടമുണ്ടാക്കിയതെന്ന്. എന്തുകൊണ്ടാണ് ഇവർക്ക് സർവീസ് ഡിലേ വരുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു സർവീസ് നെറ്റ്വർക്ക് ഉണ്ടാക്കി ഒരു ഡീലർക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത പേയ്മെൻറ്റ് മുടക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സോളാർ മാർക്കറ്റ് വളരെ ബൂമിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ധാരാളം വെൻഡേഴ്സ് കടന്നു വരും. അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രൊഡക്റ്റുകൾ ചെയ്തിട്ട് മാറും. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൻ്റെ സ്കീമുകൾ മാറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ടേംസ് മാറുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് കുത്തനെ ഇടുകയും ഇവരുടെ എല്ലാം വരുമാനം കുറയും. ഇതിൽ ഒട്ടുമിക്ക കമ്പനികൾ പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കാതിരിക്കുകയോ ചെയ്യും. എന്നാൽ റിയലായിട്ടൊരു പ്രൈസ് നൽകിയിട്ടുള്ള ആളുകൾ അവർ ഒരു ടീമിനെ നിലനിർത്തുകയും ഈ ഒരു കസ്റ്റമേഴ്സിന് എപ്പോഴും സർവീസ് കൊടുക്കാനായിട്ട് ജാഗരൂകരായിരിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ലോ പ്രൈസിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം. എന്തുകൊണ്ടായിരിക്കും പ്രൈസ് കുറയാനുള്ള കാരണം? അപ്പം അത് നമ്മൾ ഒരു കുറഞ്ഞ വിലയുടെ കൊട്ടേഷൻ കിട്ടുമ്പോൾ തന്നെ ചെക്ക് ചെയ്തിരിക്കണം. അവിടെ ഒരു പക്ഷേ ലോ ക്വാളിറ്റിയിലുള്ള പാനൽസോ അല്ലെങ്കിൽ ഇൻവേർട്ടറുകളോ അല്ലെങ്കിൽ അത്ര ബ്രാൻഡഡ് ആയിട്ടുള്ളാത്ത ഇൻവേർട്ടറുകളോ പാനലുകളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു വയറിംഗ് മെറ്റീരിയൽ അവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ വീക്കായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം. ഞാൻ ഈ അടുത്തിടയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഒരു ഹൈറ്റ് കൂടി ഒരു സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ വളരെ വീക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അത് 1-2 വർഷത്തിനകത്ത് ഇത് തുരുമ്പിച്ച് ഒടിഞ്ഞു വീഴുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ വെറും പ്രൈമർ മാത്രമാണ് അതിൽ അടിച്ചിരിക്കുന്നത്. അപ്പം വളരെ ലോ പ്രൈസിൽ ആയിരിക്കാം ഒരു പക്ഷേ അവർക്ക് കോട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള സർവീസ് ഈ ലോ കോസ്റ്റ് ആളുകളിൽ നിന്ന് കിട്ടുവാനുള്ള സാധ്യത തീരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് കുറഞ്ഞാണ് നമ്മൾ കോട്ട് ലഭിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് കോംപ്രമൈസ് ഉണ്ടാകും. അത് മാത്രമല്ല പിന്നീട് ഇവരാണെങ്കിൽ പലപ്പോഴും നമ്മളുടെ നിന്ന് മറ്റ് കാരണങ്ങളൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ചെറിയൊരു ക്വാളിറ്റി ഡിഫറൻസ് പോലും അത് എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നവയായിക്കൊള്ളട്ടെ ലോങ് ടൈമിലേക്ക് വലിയ ഇമ്പാക്റ്റുകളായിരിക്കും ഉണ്ടാക്കുക. കാരണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ വാറണ്ടി വരുന്ന പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് സോളാർ എന്ന് പറയുന്നത്. 20-25 വർഷം വരെയൊക്കെയാണ് വാറണ്ടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ പാർട്ടും നല്ല ക്വാളിറ്റിയിൽ ചെയ്തില്ല എങ്കിൽ നമ്മൾ പിന്നീട് വളരെ വലിയ വിലയായിരിക്കും നൽകേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആഫ്റ്റർ സർവീസ് ഇതിനുണ്ടാകുക എന്നുള്ളത്. കാരണം സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സും ഒരു ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സും കൂടെ സംയുക്തമായിട്ട് ചേർന്ന് വരുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
അതുമാത്രമല്ല ഇത് KCBയുടെ ലൈനിനോട് 24 മണിക്കൂറും കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കംപ്ലൈൻറ്റ് ചാൻസ് മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു നല്ല ഡീലർ ആണെങ്കിൽ നിങ്ങൾക്ക് ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടും, അല്ലെങ്കിൽ സ്പെയറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കറക്റ്റ് ആയിരിക്കും, അതും അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് നൽകും, കൃത്യമായിട്ട് ഫോൺ എടുക്കും, കൃത്യമായിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യും. ഇതൊക്കെയാണ് നല്ല ഒരു ഡീലറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ് ആളുകൾ ചെയ്ത ബിഗസ്റ്റ് മിസ്റ്റേക്കിനെ പറ്റിയാണ്. ലോ പ്രൈസ് മാത്രം നോക്കുന്നു, അതിനുശേഷം അവർ മറ്റു കാര്യങ്ങളിൽ കാര്യമായ ചിന്തകളുണ്ടാവില്ല, സർവീസ് ബാക്കപ്പ് അവർ ചോദിക്കില്ല, ഡീലറുടെ അല്ലെ വെണ്ടറുടെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ അവർ ചോദിച്ച് മനസ്സിലാക്കില്ല. ഇതൊക്കെ അവർക്ക് ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തീരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും പ്രൈസ് പ്ലസ് ക്വാളിറ്റി പ്ലസ് സർവീസ് ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു സിസ്റ്റം വാങ്ങാനായിട്ട്. അതുപോലെ പാനൽ, ഇൻവെർട്ടർ തുടങ്ങിയവയുടെയൊക്കെ ബ്രാൻഡും അവ എങ്ങനെയാണ് സർവീസ് തരുന്നത് എന്നുള്ളത്, ഈ ഡീലറുടെ ഒരു റെപ്യൂട്ടേഷനും അവരുടെ സർവീസ് നെറ്റ്വർക്ക് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഫുൾ ക്ലാരിറ്റിയിലുള്ള റിട്ടേൺ കൊട്ടേഷനുകൾ ഉറപ്പാക്കിയിട്ട് മുൻപോട്ട് പോവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു സിസ്റ്റം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ലോ പ്രൈസ് അല്ല വേണ്ടത്, ഒരു ബെസ്റ്റ് വാല്യൂ ആണ് വേണ്ടതെന്നുള്ളതാണ്. കാരണം സോളാർ 20-25 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ചെറിയ ലാഭം നോക്കി വലിയ നഷ്ടത്തിലേക്ക് പോകാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ സീരീസിലെ 13ാമത്തെ വീഡിയോ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ബാക്കി വീഡിയോകളും ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോളാറിനെ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.